ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. നെവിനുമായിട്ടുള്ള ആ പ്രശ്നം എന്താണ് ഏതാണ് എന്ന് ക്ലിയർ ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഷാനവാസ് ഇപ്പോൾ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. പറയുന്നത് അഭിലാഷിന്റെയും ഒനീലിന്റെയും സാബുമാന്റെ അടുത്താണ്. ആദ്യം സാബുമാന്റെ അടുത്തായിരുന്നു സംസാരിച്ചത്. അക്ബറിന്റെ കൂടെ നടന്ന് അവൻ നിന്റെ ചീട്ട് ഹീറോ നോക്കിയോ എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ആ ഒരു വിഷയമാണ്, അതാണല്ലോ ഇപ്പോൾ കത്തിപ്പോഞ്ഞോണ്ടിരിക്കുന്ന ഹൗസിനകത്ത്. അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റി സാബുമാനും എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇവർ ആ വഴി വരുമ്പോൾ ഇവരോട് ഷാനവാസ് സംസാരിക്കുകയായിരുന്നു. നെവിനും ഷാനവാസും ബെഡ് ഷെയർ ചെയ്യുന്ന സമയത്ത് പല സമയത്തായിട്ട് നെവിൻ കാലെടുത്ത് ഷാനവാസിന്റെ ശരീരത്തിന് മുകളിൽ വെച്ചു. അങ്ങനെ ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ വിഷയമാവുമെന്ന് നെവിനോട് ആദ്യം പറഞ്ഞിരുന്നുവെന്നും നിർത്തില്ലാതെ നെവിൻ പറഞ്ഞതായിട്ട് ഷാനവാസ് ഇവരോട് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ബെഡ് മാറി കിടക്കാൻ നെവിനോട് അന്ന് പറഞ്ഞത്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം, നെവിൻ ഇറങ്ങിപ്പോകുന്ന ആ ഒരു സമയം വരെയും വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, തിരിച്ചു വന്നതിന് ശേഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അഭിലാഷിനോട് ആ രീതിയിൽ കോംബോ പോയി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അത് BB+-നകത്ത് കാണിച്ചിരുന്നു ആ ഒരു ടോക്ക്. അഭിലാഷ് ഒനിയിൽ ഇപ്പൊ ഷാനവാസിന്റെ പക്ഷത്തേക്കൊക്കെ മാറുന്ന പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. അവര് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇന്നലെ. ഇപ്പോ വേറൊരു രീതിക്കാണ് ഇവര് മാറി വന്നിരിക്കുന്നത്. ഒനിയിൽ പറയുന്നത് ഷാനവാസിൽ പറയുന്ന ആ ഒരു സംഭവ സ്റ്റേറ്റ്മെന്റ് വിപരീതമായിട്ടാണ് പറയുന്നത്. ഡേറ്റ് ഒക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. നെവിൻ പോയ ദിവസമായിരുന്നല്ലോ ഒനിലിന്റെ ബർത്ത്ഡേ. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. ഇക്കാന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്തിട്ടാണ് മിണ്ടുന്നത്. പിന്നെ ഈ ഒരു ടോക്ക് മറ്റേ മല്ലിയിലെ പ്രശ്നത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ഷാനവാസ് അന്നം തട്ടിക്കളഞ്ഞെന്ന് പറയുന്നൊരു വാദം നെവിൻ പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങനെ ഒരു കാര്യം ആദില പറഞ്ഞതെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു ടോക്കിലേക്ക് നീങ്ങുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് ലാലേട്ടൻ എപ്പിസോഡ് വരുമ്പോഴേ നമുക്ക് കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും.